കുറച്ചുകൂടെ ക്യാമറ എന്താക്കും. പോർട്ടബിൾ, ഇതിന്റെ പേരെന്തായിരുന്നു? കണ്ണും മൂക്കും ഒക്കെ ഉള്ള പോർട്ടബിൾ സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക്, ട്രൈപോഡ്. സോ ഗായ്സ്, let's welcome Ahalya Ji to my YouTube channel. Ahalya Ji is a famous girl in Ernakulam city. ഈ അഹല്യ ജി എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും നീരവ് ജി, മറ്റേ പ്രിയ ജി. അത് കണക്ക് അഹല്യ ജി. വലിയ വലിയ ആൾക്കാരെ നമ്മൾ ജി ചേർത്ത് വിളിക്കും. ജി ഫോർ നീ ഇത്ര വരുത്തുള്ളൂ, എന്റെ കണ്ണ് വന്നു. ജി ഫോർ ഗീത. ഗീത. നമ്മൾ കുറച്ച് മഞ്ഞ മന്ദാരമേ ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നതാണ് ഗൈസ്. വാലന്റൈൻസ് ഡേ. സോ വാലന്റൈൻസ് ഡേ നമുക്ക് വാലന്റൈനുമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല. ഇഫ് യു ഹാവ് എ ഗാലന്റൈൻ, ജസ്റ്റ് സെലിബ്രേറ്റ് വിത്ത് ദം. സോ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ബ്രേക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് 2026 ഫസ്റ്റ് വ്ളോഗ് അത് ജസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഇയറിൽ എന്തെങ്കിലുമൊക്കെ നല്ല മൊമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് പുതിയ കോണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും ഉള്ളൊരു സ്പേസ് ആയിട്ട് ഞാൻ ഇതിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേ ബി ഫ്യൂച്ചറിൽ കാണുമായിരിക്കും. സോ ഇന്നൊരു വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുറത്തൊക്കെ പോവുമല്ലേ. എനിക്ക് ഈ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്കിവിടെ കണ്ടു ഫ്ലവേഴ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോഴുള്ളൊരു ചമ്മലാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഭാഗ്യമവര് പോയി. എൻ്റെ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. കേട്ടോ ഓടി. ക്യാമറ ഓണാക്കി അപ്പം അവൾ ഓടും ഗൈസ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ ടു എവ്രിബഡി. ഇതിപ്പം ഫ്ലവർ ഉള്ള ആൾക്കാർ തന്നെ ആവണമെന്നില്ല വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലേ? സോ we can celebrate it with our galantine. Yeah, no problem. So I wish you all very happy day. ഭയങ്കര സന്തോഷമുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഇത് ഇരുന്നിട്ടൊരു ഐ ഡോണ്ട് കെയർ. നിനക്കെന്താ ഒരു താല്പര്യക്കുറവ്? സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു മൊമെന്റ്സ് ഷൂട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇതൊക്കെ ഞാൻ ഇടും കേട്ടോ, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ. നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോടി കേട്ടോളെ.
ഈ ഡേ എന്ന് പറയുന്നത് സീരിയസ്ലി ഞാനോ അഹല്യോ പ്ലാൻ ചെയ്ത് വന്നൊരു ഡേ അല്ല. ജസ്റ്റ് പുറത്ത് പോയി ഒരു ചായ കുടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, ജസ്റ്റ് എവിടെയെങ്കിലും പോയി ഒരു കോഫി ഒക്കെ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു പേസ്ട്രി എന്തെങ്കിലും കഴിക്കാം, വാലന്റൈൻസ് ഡേ അല്ലേ എന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ നല്ല കഫേ നോക്കി ഇറങ്ങിയത്. ബട്ട് കല്ലൂർ ഭാഗത്തോട്ട് പോയപ്പോൾ മനസ്സിലായി ഇവിടെ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കത്തെ ഒരു സ്പോട്ടൊന്നും കാണാൻ വഴിയില്ല, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് കരുതി നമ്മൾ വണ്ടി തിരിച്ച സ്പോട്ടായിരുന്നു ഗിരിയേഴ്സ്. അപ്പൊ നമ്മൾ ജസ്റ്റ് കയറി എൻട്രി ഉണ്ടോ, കാരണം കപ്പിൾ എൻട്രി മാത്രമായിരിക്കുമല്ലോ ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുക. ഒരു ഹോപ്പും ഇല്ലാണ്ട് ജസ്റ്റ് ചോദിച്ചു നോക്കാന്ന് കരുതി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻട്രി ഉണ്ട്, സ്റ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് കയറി ഒരു ചീസ് കേക്ക് കഴിച്ചു. ഈ വീഡിയോ ഈ സ്റ്റോറി ഞാൻ ഇട്ടപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള മിക്കുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ കുടിച്ചോ എന്നാണ്. അതിൻ്റെ അടുത്ത് ചോദിച്ചത് നീ ലെസ്ബിയൻ ആണോ എന്നാണ്. അപ്പൊ നമുക്ക് കുടിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കുടിക്കുന്നവർക്ക് കുടിക്കാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ഞാൻ വേറൊരാൾ കഴിക്കുന്ന ആളുണ്ടെന്ന് വെച്ചാൽ അവരെനിക്ക് നോ പറയാനോ അവരെനിക്ക് തിരുത്താനോ ഒന്നും താല്പര്യമില്ല. അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവർക്കത് ചെയ്യാം. എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഞാനത് യൂസ്ഡ് അല്ലാത്തത് കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചീസ് കേക്ക് ഒക്കെ എടുത്തിട്ട് മറ്റേ വാലന്റൈൻസ് റീല് ഞങ്ങളുടെ ഫീഡ് ഫുൾ അതായിരുന്നു. അപ്പം അതിന്റെ ഒരു ബിഹൈൻഡ് ദി സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തോരം കഷ്ടപ്പെട്ടാന്നറിയോ ഒരു വീഡിയോ. അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിത് പ്ലാൻ ചെയ്തോ ഇതിങ്ങനെ ചെയ്യാന്ന് കരുതി ഒന്നും ചെയ്യുന്നല്ല, ജസ്റ്റ് ഇങ്ങനെ റീലും കൂടെ കണ്ടപ്പോ ഇനിയിപ്പൊ ഇതായിട്ട് കുറയ്ക്കല്ലോ എന്ന് എഴുതി എടുത്തതാണ്. ഇത് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ ആള് വന്നിട്ട് നമ്മുടെ ഫോൺ വെച്ചിരുന്ന സാധനം എടുത്തു. അപ്പൊ അത് മാറി, അങ്ങനെ കുറെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഫണ്ണായിട്ട് കണ്ടിട്ടേ ഉള്ളൂ ഈ ഒരു ഡേ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡേ ആണ്. ഈവൻ ദോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ ഒരു ഡേ പോയ പോക്ക് മീൻസ് നമ്മള് വെറുതെ റൂമിൽ മടി പിടിച്ചിരിക്കേണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്ത് വരെ പോണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡ് ആയിരുന്നു. ബട്ട് എങ്ങനെയോ ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചില്ല് ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് വരുള്ളൂ. നമ്മൾ ചെന്ന ടൈമിൽ ശരിക്കും അവിടെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ഒരു 2-3 സീറ്റിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. നിറയെ വേക്കന്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ബട്ട് 9 മണിക്ക് എന്തായിരുന്നു പ്രോഗ്രാം അവര് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു ടൈം വരെ ആൾക്കാർ കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ക്രൗഡായി. ഈ വീഡിയോയുടെ എൻഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ക്രൗഡായിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇതായിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഡാൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാം, ലിക്കർ കഴിക്കുന്നവർക്ക് കഴിക്കാം, ഫുഡ് കഴിക്കുന്നവർക്ക് കഴിക്കാം. ലൈക്ക് അവരവരുടെ ബിസിനസ് മാത്രം ചെയ്ത് അവര് ഹാപ്പി ആയിട്ട് ചില്ലായിട്ടിരിക്കുന്ന ഒരു ഈവനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആരും ആരെയും ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യാനോ ഒന്നിനും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു. ഞങ്ങള് രണ്ടുപേരും ഉള്ളപ്പം ഞങ്ങള് ചില്ല് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചില്ല് ചെയ്യായിരുന്നു. ഈ ഇയറില് ഇങ്ങനെയൊക്കെ എന്റെ ഒരു വാലന്റൈൻസ് ഡേ ഒക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയർ ഓൾസോ ഞാൻ സെലിബ്രേറ്റ് ചെയ്തത് അഹല്യയുടെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ കയാക്കിങ്ങിന് പോയി. അത് ഇന്നലെ അഹല്യ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും ലാസ്റ്റ് ഡേ നമ്മൾ പോയ ദിവസം വാലന്റൈൻസ് ഡേ ആണെന്ന്. കാരണം ഞാൻ അറിയുന്നില്ല അന്നത്തെ ഒരു ദിവസം വാലന്റൈൻസ് ഡേ ആണെന്ന് പോലും. അത്ര പോലും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഡേ വേണം എന്നില്ല, എന്നും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു ഡേ ഉണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇപ്പം ഇന്ന് ഞാനിത് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം. ലൈക്ക് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എങ്ങനെ ഒറ്റയ്ക്ക് ആരെയും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമായിരുന്നു തോന്നുന്നു അവിടെ പിന്നും സിംഗിൾ ആയിട്ടുണ്ടായിരുന്നേ. ബാക്കി എല്ലാവരും കപ്പിളായിട്ടൊക്കെ ആയിരുന്നു വന്നത്. അവരുടെ പാർട്ട്ണറായിട്ട്, അവരുടെ ഫാമിലി ആയിട്ട് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ആ ഫോട്ടോ സെഷനൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായ വിത്ത് ഫാമിലി സെലിബ്രേറ്റ് ചെയ്യുന്നവരൊക്കെയാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. അവർക്കൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ
ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ചെറിഷ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസം. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓൺ ബിസിനസ് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നമ്മളെ കാര്യം മാത്രം നോക്കി നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കൂടി ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ കാണും നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു ഈവനിങ് ഇങ്ങനെയൊക്കെ ആവുന്ന ഇമാജിൻ ചെയ്യാത്തൊരു ഡേ ഇങ്ങനെ ആയതിൽ ഭയങ്കര എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഫീൽ ചെയ്തു. പിന്നെ ഞാനും ഇവളും വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങക്ക്. പിന്നെ ഇവിടുന്ന് കഴിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, പുറത്തു പോയി കഴിക്കാന്നൊക്കെ ഉള്ള ഒരു പ്ലാനായിരുന്നു. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ചെന്ന എല്ലാവർക്കും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തായിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവര് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് തരുന്നൊക്കെ, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ലൈക്ക് ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. ഞങ്ങളുടെ ഫോട്ടോസ് അവർ ഫ്രെയിം ചെയ്തു തന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് മേടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന്റെ കൂട്ടത്തില് ആ ഫോട്ടോ കിട്ടിയപ്പോൾ അഹല്യയുടെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഇത്രയും നേരമല്ല, അപ്പോഴപ്പോഴും ഒരു 5 minutes എടുത്തുള്ളൂ. ആക്ച്വലി നമ്മൾ ഫോട്ടോ എടുത്തു, അവരൊരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഫ്രെയിം ചെയ്ത് തന്നു. ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഫേസ് നോക്കിക്കൊള്ളേ, ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഫോട്ടോ ഫ്രെയിം ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു.